ഞാൻ സിന്ധു സതീശൻ. കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 14 നമ്മുടെ വിഷു ആഘോഷിച്ചു കഴിഞ്ഞല്ലേ. എല്ലാവരും നന്നായിട്ട് കണിയൊരുക്കി, അതുപോലെ തന്നെ കൃഷ്ണനെ കണി കണ്ട് കൈനീട്ടം വാങ്ങി. നമ്മൾ ഈ കണി ഒരുക്കുന്നെല്ലാം പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കണി വെക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അതിൽ പണവും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ വെക്കും. കണിക്കൊന്ന, അതുപോലെ തന്നെ തേങ്ങ, മുറിത്തേങ്ങ, ഇതൊക്കെ വെക്കും. പിന്നെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കണ്ണിനെ കണി കാണുക എന്നുള്ളതാണ് അല്ലേ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറം വീഴും മഞ്ഞത്തുക ചാർത്തി. ഈ ഒരു പാട്ട് നമ്മുടെ വിഷുക്കണിയോടനുബന്ധിച്ചുള്ള ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ മലയാളികളും ഓരോ ഹൈന്ദവ വിശ്വാസികളും അവരുടെ ആചാരപ്രകാരം വിഷു ആഘോഷിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ഇത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ആഘോഷമല്ല, ഇത് കണ്ണനെ കണി കാണുന്ന ആഘോഷമല്ല, ഇത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. ആയിക്കോട്ടെ, ഇനി കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആഘോഷിക്കാം. ഇനി ഹൈന്ദവ വിശ്വാസികൾ ആ രീതിയിലാണ്, ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ വിഷുവിനെ വരവേൽക്കുന്നതെങ്കിൽ അവർ ആ രീതിയിൽ ആഘോഷിക്കട്ടെ. ആർക്കാണ് ഛേദം അല്ലേ. ഈ സോഷ്യലിസ്റ്റുകാർക്ക്, അതായത് പുരോഗമനവാദക്കാർക്ക് ഇത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ആഘോഷമല്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് ആഘോഷിച്ചോളൂ. പിന്നെ ഇത് ഹൈന്ദവ ആചാരപ്രകാരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കണിവെച്ച് നാളികേരവും അതുപോലെ തന്നെ കണിവെള്ളരിയും കണിക്കൊന്നയും കാൽപ്പണവും സ്വർണവും അതുപോലെ തന്നെ കൃഷ്ണനെയൊക്കെ വെച്ച് നിലവിളക്ക് കൊളുത്തി കണി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരങ്ങനെ കാണട്ടെ. എന്തിനാണ് വെറുതെ ഒരു കുത്തിരിപ്പ് സമൂഹത്തിൽ അല്ലേ. പിന്നെ ഈ വിഷു ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു ആഘോഷമൊന്നുമല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും, നമ്മുടെ ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത്. കർണാടകയിലാണെങ്കിൽ ഉഗാദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പൊങ്കൽ എന്ന് പറയും. ഇനിയിപ്പോൾ ആസാം ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബിഗു എന്ന് പറയും. ഈ വിഷുവിൻ്റെ ആഘോഷം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളിലും ബിഗു എന്ന പേരിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ പല സംസ്ഥാനത്തിലെ ആൾക്കാരും പല പേരുകളിൽ നമ്മളെ വിഷു അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. അതിന് ഇങ്ങനെ വെറുതെ കുറച്ച് സോഷ്യലിസ്റ്റ് പ്രവർത്തകർ അല്ലെങ്കിൽ എന്താ പറയുക പുരോഗമനവാദക്കാർ ഒക്കെ വന്നിട്ട് വിഷു ഹിന്ദുവിൻ്റെ ആഘോഷമല്ല, അല്ലെങ്കിൽ പിന്നെ കൃഷ്ണനെ കണി കാണുന്നൊരു ആഘോഷമല്ല, കാർഷിക ആഘോഷമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടം ഏതാണ്, ഏത് രീതിയിലാണോ ആ രീതിയിൽ ആഘോഷിക്കാനുള്ള റൈറ്റ്, അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് അല്ലേ. നിങ്ങൾ അങ്ങനെ ആഘോഷിക്കും. ഇനിയിപ്പോൾ ഹിന്ദുക്കൾ, നമ്മളെപ്പോലുള്ള ഹൈന്ദവ വിശ്വാസികൾ വിഷു ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കട്ടെ. എന്താണ് വെറുതെ ഒരു തർക്കം അല്ലേ. എന്തായാലും ഈ വർഷത്തെ വിഷു എനിക്കില്ല. കാരണം 7 മാസം മുമ്പേ എൻ്റെ മാമ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷു ആഘോഷമൊന്നുമില്ല. പിന്നെ അമ്മ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വിഷുവിന് ആഘോഷമൊന്നും ഇല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് കാണുക, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടായിരുന്നു. പക്ഷേ ആഘോഷമൊന്നുമില്ല, അത് വെറുതെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലേ. എന്തായാലും അമ്മക്ക് കൊടുക്കാനുള്ള കൈനീട്ടം എന്തായാലും ഏട്ടനെത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വിഷു എന്ന് പറഞ്ഞാൽ രാവിലെ സാധാരണ രീതിയിൽ 4 മണിക്ക് എണീച്ചിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. കട ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി ഞാൻ കടയിൽ കേട്ടപ്പുറം പോയായിരുന്നു. എന്നിട്ട് പോയിട്ട് ഒരു കുറച്ച് സമയം അവിടെ രാവിലത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഒരു 10 മണി വരെ എങ്ങാണ്ട് തുറന്നെന്ന് തോന്നുന്നു കട. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ മാമനും അതുപോലെ തന്നെ മാമൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചാത്തൂർ ചേട്ടനുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തു. അമ്മാവനും ചാത്തൂർ ചേട്ടനും ഞാനും ഏട്ടനൊക്കെ ഭക്ഷണം കഴിച്ച് അവർ അപ്പോൾ തന്നെ തിരിച്ചു പോയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. ഞാനിതൊന്നുമല്ല പറയേണ്ടത്. നമ്മൾ ഈ വിഷു ആഘോഷിക്കുമ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലേ. രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ കൈനീട്ടം കിട്ടുമോ എന്നുള്ളൊരു ഇതൊരു ആചാരമാണല്ലേ. ആരും വീട്ടിലേക്ക് വന്നാലും കൈനീട്ടം കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ കൈനീട്ടം തരും എന്നുള്ളൊരു അതൊരു ആചാരമാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് എല്ലാം റെഡിയായി ഏട്ടൻ്റെ കൂടെ കടയിലേക്ക് പോയി.
ഏട്ടൻ കൈനീട്ടത്തിൻ്റെ കാര്യം പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ഏട്ടൻ കൈനീട്ടം തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഏട്ടൻ ആ കാര്യം മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ രാവിലെ കടയിൽ പോയി, എനിക്ക് സത്യത്തിൽ അന്നത്തെ കൈനീട്ടം തന്നത് കസ്റ്റമർ എടുക്കണം. എന്നിട്ട് കസ്റ്റമറാണ് എൻ്റെ കയ്യിലേക്ക് പൈസ വെച്ച് തന്നത്, ഏട്ടൻ തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വെച്ച് കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഈ കൈനീട്ടത്തിൻ്റെ കാര്യം മിണ്ടുന്നേയില്ല. സൈകെട്ടിന് ഞാൻ രാത്രി പറഞ്ഞു, എന്നാലും ഏട്ടൻ ഇന്നൊരു വിഷു അല്ലേ, ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പൈസ തരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കയ്യിൽ ഒരു കൈനീട്ടയിൽ കുറച്ച് പൈസ തന്നുകൂടെ. സത്യത്തിൽ ഏട്ടൻ ആ നിമിഷമാണ് കൈനീട്ടത്തെക്കുറിച്ച് ഓർക്കുന്നത്. കാരണം ആഘോഷമില്ലെങ്കിൽ ഒരാഘോഷവും ഉണ്ടാവില്ല അല്ലേ, അതൊരു സത്യമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ടൻ ഭയങ്കര വിഷമമായി, എനിക്ക് കൈനീട്ടം തന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാണ്ട് പോകുമ്പോൾ ഏട്ടനോട് പറഞ്ഞു, എന്നാലും ഏട്ടാ നിങ്ങൾ 1 രൂപയെങ്കിലും എനിക്ക് കൈനീട്ടം തരായിരുന്നു, തന്നിട്ടില്ല, ഭയങ്കര വിഷമമായി എനിക്ക് നാട്ടുകാരാണ് എൻ്റെ കയ്യിൽ പൈസ വെച്ച് തന്നതെന്ന്. അപ്പോൾ ഈ വർഷം ഒരു ആഘോഷവുമില്ലാതെ ഒരു പരിപാടിയും ഇല്ലാതെ നമ്മുടെ വിഷു കഴിഞ്ഞു പോയി. ഈ വിഷുവിന് എനിക്ക് ഏറ്റവും വിഷമമായത് ഏട്ടൻ എനിക്ക് കൈനീട്ടം തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏട്ടൻ കൈനീട്ടം തന്നാലും ആ പൈസ 1-2 ദിവസത്തിനുള്ളിൽ ഏട്ടൻ്റെ കയ്യിൽ തന്നെ എത്തും. പിന്നെ എന്ത് തന്നെയായാലും എങ്ങനെ പോയാലും ഏട്ടൻ 2 ദിവസം കഴിഞ്ഞാൽ ചോദിക്കും, സിന്ധു നിനക്ക് ഇന്നലെ ഞാൻ പൈസ തന്നിട്ടേ കൈനീട്ടായിട്ട്, അത് നീ എനിക്ക് കടായിട്ട് തരുമോ, ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരാം. ആ 2 ദിവസം 2 വർഷം കഴിഞ്ഞിട്ട് 2 യുഗം കഴിഞ്ഞാലും കിട്ടില്ല. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കൈനീട്ടം തന്നു കഴിഞ്ഞാൽ ഏട്ടൻ 2 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു വാങ്ങും, എങ്ങനെയാലും തിരിച്ചു വാങ്ങും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പൈസേൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറില്ല. അഥവാ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് തന്നെ ആ സ്പോട്ടിൽ പൈസ കടയിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അതുകൊണ്ടങ്ങനെ സൂക്ഷിച്ച് വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഏട്ടൻ എങ്ങനെയായാലും ഏട്ടൻ എൻ്റെ മനസ്സിനെ ചൂട് നിർത്തിയിട്ട് ആ പൈസ വാങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷു നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് കണി കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വർഷം നന്നായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ, എനിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആഗ്രഹമാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നത് എല്ലാവർക്കും